നല്ല എരിവും രുചിയും മണവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു ചിക്കൻ ലിവർ റോസ്റ്റാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ലിവർ റോസ്റ്റാണ്. ഞാനിവിടെ നാരങ്ങാനീരും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ലിവർ. അതുകൊണ്ട് അതൊരു ചെറിയൊരു മഞ്ഞ കളറുണ്ട്, മഞ്ഞൾപ്പൊടിയുടെയാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുളക് പൊടി ഞാൻ കുറച്ചേ മുളക് പൊടി എടുക്കുന്നുള്ളൂ, കാരണം ഇത് പെപ്പറാണ് കൂടുതൽ എടുക്കുന്നത്. പെപ്പർ റോസ്റ്റാണ്, അങ്ങോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു 1/2 സ്പൂണ്. മല്ലിപ്പൊടി, ഗരം മസാല ഇത് വീട്ടിൽ പൊടിച്ചതാണ്. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഓപ്ഷനിലാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് പാൻ വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് സമയം ഇരിക്കും, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഇരിക്കും. അപ്പം ഈ മസാല എല്ലാം അതിൽ അബ്സോർവ് ചെയ്യും. അടുപ്പത്ത് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടെ ക്രഷ് ചെയ്തതാണിത്. അത് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ, കാരണം ഓൾറെഡി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പെപ്പറാണ് കൂടുതൽ നിൽക്കേണ്ടത്. പച്ചമുളക് ഒരെണ്ണം മതി, ആ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് സബോള എടുത്തുള്ളൂ. സബോള ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മധുരം ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ സബോള കുറച്ച് ഇട്ടുള്ളൂ. ലിവറിനാകുമ്പം പ്രത്യേകിച്ച് കൂടുതൽ മധുരമായി തോന്നും. നമ്മൾ ലിവറിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സബോള കുറച്ച് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഉണ്ട്, കുഞ്ഞുള്ളി ചതച്ചിടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ സബോളയാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലിവർ വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാൻ വെച്ച് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ലിവറിന് ഫ്ലേവറും നല്ല മണവും ടേസ്റ്റും തരുന്നത്. അത് കുരുമുളക് ഒന്ന്, ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് ഇട്ടേക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കണ്ട, അല്ലാതെ ചുമ്മാ ചൂടാക്കി നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. കുരുമുളക്, നമ്മൾ കുരുമുളക് പൊടി ഇട്ടാൽ അത്രയും അങ്ങോട്ട് ആ ഫ്ലേവറും മണവും ഇറങ്ങത്തില്ല. അത് ചൂടാക്കി നമ്മൾ പൊടിക്കുവാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും എല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് നമുക്ക് ജീരകം ഇടാം, കാരണം കുരുമുളകിനാണ് കുറച്ച് വേവ് കൂടുതൽ, ചൂടാകാൻ താമസം എടുക്കുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്രഷ് കുരുമുളകാകുമ്പം അതിൻ്റേതായ ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. കുരുമുളക് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ജീരകം ചേർക്കാം. കുറച്ച് നന്നായിട്ട് ചൂടാവണം, ഒരു ചുമല കളറാവണം ജീരകം. അപ്പം നമുക്ക് മനസ്സിലാവും അത് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. ഇപ്പം തന്നെ ആ കുരുമുളകിൻ്റെ ആ ജീരകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. എരിവ് വേണ്ടവർ അതനുസരിച്ച് കുരുമുളക് ചേർക്കുക. ഏകദേശം മൂത്തിട്ടുണ്ടിത്, ചെറിയ കളർ വ്യത്യാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെച്ചിട്ട് ഒരു മിക്സിയിലിട്ടത് പൊടിക്കാം. നമ്മുടെ ലിവർ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ആ ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്ര കഴുകി വാരി വെച്ചാലും കുറച്ച് വെള്ളം ഇറങ്ങും. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ചെറിയ വെള്ളമുണ്ട്. അത് പറ്റുന്ന വരെ നമുക്ക് നോക്കാം. ഈ ലിവർ അപ്പോഴത്തേക്ക് വേകും. ലിവർ വേകാൻ ആവശ്യമായ വെള്ളമുണ്ട്. നമ്മുടെ ലിവർ വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ചെറിയൊരു വെള്ളമുണ്ട്, റോസ്റ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ നനവുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു അര ടീസ്പൂൺ നാരങ്ങാനീര്. ഇത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നു, മണം കൊടുക്കുന്നു, ടേസ്റ്റ് കൊടുക്കുന്നു എല്ലാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലേ ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. വരട്ടേണ്ടവർക്ക് വരട്ടാം. നല്ല ഡ്രൈ ആവേണ്ടവർ നന്നായിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി. നല്ല വരണ്ട് നല്ല കറുത്ത് പെപ്പറിൻ്റെ ഇതെല്ലാം ആകും. ഓൾറെഡി നമ്മൾ പെപ്പറും ജീരകമൊക്കെ ചൂടാക്കിയോണ്ട് ഇത് ബോയിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിലെല്ലാം പിടിച്ചോളും. ഫൈനലി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുവാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ രുചികരമായ ലിവർ പെപ്പർ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. ഞാൻ നന്നായിട്ട് വരട്ടി ആക്കിയിട്ടില്ല, കാരണം എനിക്ക് ചെറിയൊരു കുഴമ്പ് രൂപത്തിനാണ് ഇഷ്ടം. താങ്ക് യു ഫോർ വാച്ചിങ്.